ഏറെ നേരത്തെ പരിശോധനകൾക്ക് ശേഷം യുവതിയായ ആ അമ്മയോട് ഡോക്ടർ പറഞ്ഞു, ജനിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിനെക്കുറിച്ച് പറയാൻ എനിക്ക് സങ്കടമുണ്ട്. നീ ധൈര്യശാലിയായിരിക്കണം. എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണിത്. ഇത്രയും കേട്ടപ്പോൾ നിറകണ്ണുകളോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആ അമ്മ ചോദിച്ചു, എന്താ ഡോക്ടർ, എൻ്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടില്ലേ? യുവതിയുടെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, കുഞ്ഞ് മരിക്കില്ല, പക്ഷേ അവൾ അന്ധയും ബധിരയുമായിരിക്കും. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ആ അമ്മയുടെ മറുപടി. എന്നിട്ട് സ്വയം പറഞ്ഞു, അന്ധയും ബധിരയും, മോളെ ഞാൻ നിന്നെ എന്തു ചെയ്യും? ആ കുഞ്ഞിനെ നമ്മളെപ്പോലെ ഈ കാട്ടാറിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദങ്ങളും ഒന്നും തിരിച്ചറിയാനായില്ല. അവൾ തൊട്ടും തലോടിയും ലോകത്തെ തിരിച്ചറിഞ്ഞു. ജീവിതത്തോട് തൻ്റെ ജീവിതം പിടിച്ചു വാങ്ങി. അതായിരുന്നു ഹെലൻ കെല്ലർ. അന്ധയും ബധിരയുമായി ജനിച്ച് തൻ്റെ ചുറ്റുമുള്ളവരെ മുഴുവൻ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ പുതിയ ആകാശങ്ങൾ കാണിച്ചു കൊടുത്ത ഹെലൻ കെല്ലർ. കണ്ണുണ്ടായിട്ടും ചുറ്റുമുള്ളവരെ കാണാത്തവരെയും, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവരെയും, സംസാരശേഷിയുണ്ടായിട്ടും പറയാത്തവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അതിശയിപ്പിച്ചുകൊണ്ട് അവൾ ലോകത്തിൻ്റെ പ്രകാശ ഗോപുരമായി ഇന്ന് നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കാതോ വേണ്ട, ഹൃദയം മാത്രം മതി എന്നതായിരുന്നു ഹെലൻ കെല്ലറുടെ ജീവിത പ്രമാണം. ഹെലൻ കെല്ലർ തൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് ഹൃദയങ്ങളെ തൊട്ടു. വൈകല്യമുള്ളവരെ മുഴുവൻ ആത്മവിശ്വാസത്തിലേക്ക് പിടിച്ചുയർത്തി. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്കും ഒരു വലിയ പ്രകാശം പരത്തുന്നു. ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് അത് മറ്റൊരു ജീവിതം പകർന്നു നൽകുന്നു. ഹെലൻ്റെ ജീവിതകഥ അവളുടെ മാത്രം കഥയല്ല, മിസ് സള്ളിവൻ എന്ന അവളുടെ അധ്യാപികയുടെ കൂടി കഥയാണ്. മിസ് സള്ളിവൻ ഹെലൻ കെല്ലർക്ക് കളിക്കാൻ കൊടുത്ത ആ പാവയായിരുന്നു അവൾ ആദ്യമായി സ്പർശിച്ചറിഞ്ഞ വാക്ക്. പിന്നീട് ഓരോ ദിവസങ്ങളിലായി സള്ളിവൻ അച്ഛൻ, അമ്മ, ടീച്ചർ എന്നീ വാക്കുകളൊക്കെ തൊട്ടും പിടിച്ചും ഹെലൻ കെല്ലറിനെ മനഃപ്പാഠമാക്കി. സള്ളിവൻ്റെ സഹായത്തോടെ അക്ഷരങ്ങളും വാക്കുകളും പഠിച്ചു തുടങ്ങിയപ്പോൾ ഹെലൻ കെല്ലർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യമായി ഞാൻ മറ്റൊരു ദിവസം എത്രയും വേഗം വരട്ടെ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങളാണത്. അങ്ങനെ സള്ളിവൻ്റെ സഹായത്തോടെ മറ്റുള്ളവർ കാണാത്തതും കേൾക്കാത്തതുമൊക്കെ ഹെലൻ കെല്ലർ അകക്കണ്ണുകൊണ്ട് സ്വായത്തമാക്കി. അങ്ങനെ പതുക്കെ പതുക്കെ കൂടുതൽ വാക്കുകളായി, വായനയായി, പുസ്തകങ്ങളായി, ലോകമായി, സഞ്ചാരമായി, അങ്ങനെ ലോകത്തെ മുഴുവൻ അവൾ തൊട്ടറിഞ്ഞു. ഒടുവിൽ ലോകത്തെ പ്രചോദിപ്പിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച് അവൾ ലോകത്തിൻ്റെ മുന്നിൽ മറ്റൊരു മാലാഖയായി. അങ്ങനെയാണ് ഹെലൻ കെല്ലർ പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ലോകത്തിന് സമ്മാനിച്ചത്, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറിയത്.